സസ്പെൻഷൻ കിട്ടിയ ദിവസം രാത്രി യാമിനിക്ക് രാജസ്ഥാനിൽ നിന്നും ഒരു കോൾ വന്നു. അതാണ് എല്ലാത്തിനും കാരണം. യാമിനിയുടെ ചേച്ചിയുടെ വിവാഹം അതായിരുന്നു ടേണിംഗ് പോയിന്റ്. 24 तारीख को सोनम की शादी तय कर दी है. अच्छा, लड़का कहाँ का है? लड़का बेटा बीकानेर से है. बीकानेर का है? क्या करता है? अमेरिका में है? मतलब हमें तो अभी बीकानेर आना ही पड़ेगा. आप तुरंत कॉलेज से छुट्टी लेके घर आ जाओ. कब हुई ये शादी फिक्स? आज ही जल्दी आ जाओ. बिल्कुल बिल्कुल पापा, हम लोग जल्दी से तुरंत. मैं अपने सारे दोस्तों को लेके आऊंगी. ठीक है बेटा. പ്രിൻസിയോട് എന്ത് പറഞ്ഞാൽ സമ്മതിക്കും, അതായിരുന്നു ഏക പ്രോബ്ലം. ഒടുവിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു. നീയാണ്, നീ മാത്രമാണ് ഇതെന്റെ ഉത്തരവാദി. നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത്. കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. നമുക്കിനി നാളെ കാണാം. ബൈ ബൈ. ഓക്കെ. ഫാദർ, ഫാദർ, രാജസ്ഥാൻ ബ്യൂട്ടിഫുൾ ഐഡിയ. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ്. യാതൊരു സംശയവും വേണ്ട. ലീവൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എ മിനിറ്റ്. ഈ 15 ദിവസത്തെ രാജ്പുത് വെഡിങ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്താൽ നന്നായിരുന്നു. ഐ മീൻ ആസ് എ സ്റ്റഡി ടു. മാർക്സും ഉണ്ട്. അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ മാർക്സ് വേണ്ടേ? സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. സമയക്കുറവുണ്ടെന്നറിയാം, എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉറക്കവും സൈറ്റ് സീയിങ് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരു കണക്കിന് ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത് മറ്റൊരു ത്രില്ലാ. ഐ എം ഗോയിങ് ടു കോൾ യുവർ പാരന്റ്സ്. हेलो भगवान सिंह. मैं भगवान सिंह बोल रहा हूँ. आई एम फ्रॉम II बिजनेस कॉलेज. बोलिए प्रिंसिपल जी, बोलिए. ആ കാലമാടൻ ഞങ്ങളുടെ ട്രിപ്പ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചതൊക്കെ കോളമായി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ചതാ. അപ്പോഴാ അടുത്ത ഇടുത്തി. മിസ്റ്റർ ജെയിംസ് കല്ലറസ്കൽ, സോറി കല്ലറക്കൽ. യെസ് സർ. നീ ഇവരുടെ കൂടെ പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക്. യു മസ്റ്റ് കം ടു ദ ക്ലാസ്. യു പീപ്പിൾ ക്യാൻ പ്രൊസീഡ് ടു രാജസ്ഥാൻ. നീ ഇവിടെ നിൽക്ക് കേട്ടാ. ഞാൻ ഒഴിച്ച എല്ലാവരും രാജസ്ഥാനിലേക്ക്. അന്ന് ഞാൻ ചെയ്ത സോങ്സ് ഒക്കെ സാഡായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ? ഡേ, എനിക്കും താഴെ ഒരു സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ. நேரா அங்க போலாம். not that side. Okay, come on. ஸ்ட்ராங்கா தள்ளுடா. God, this is so huge. இங்க யாரும் இல்லையா? വാ നോക്കാം. Beautiful. கடவுளே, என்னது? Oh my God. Wow. Oh my. This is like. आइए आइए आइए, स्वागत है, पधारिए. ചിന്ന പതിവ് പോലെ കുത്തുപാട്ടുമായി തോട്ടക്കാരുടെ കൂടെ കൂടി. மச்சான் மச்சான் வாங்கோ டான்ஸ் ஆடலாம். ஏய் ஓ ஏய் சிங்கு சிக்கா சிங்கு சிக்கா சிங்கு சிக்கா ஏய் சிங்கு சிக்கா சிங்கு சிக்கா. വെഡ്ഡിംഗ് പ്ലാനിങ്ങിൻ്റെ ചുമതല മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് സമയം എൻ്റെ 6 പാക്കിന് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ കാതറിന് വേഗം കമ്പനി കിട്ടി. ഭഗവാൻ സിംഗ് പകല് മദ്യപാനം, രാത്രി ഹണ്ടിങ്. മൂപ്പരുടെ ഒരു രീതി അങ്ങനെയാണ്. മിക്ക സമയവും അവരൊന്നിച്ചായിരുന്നു. അല്ലെങ്കിലും മദ്യപാനികൾ അങ്ങനെയാണ്. അവരുടെ ആൾക്കാരെ പെട്ടെന്ന് മണത്തറിയും. വെറുതെ അതൊന്നും പറഞ്ഞ സമയം കളയാണ്ട് ഈ ലവ് സ്റ്റോറി എങ്ങനെ സംഭവിച്ചെന്ന് പറ. പറയാം.
ഇവളെവിടെ വെച്ചാ അവനെ കണ്ടത്? എന്നിട്ട് അവൻ വീഴാൻ വേണ്ടി പാടി. ഓ, തമിഴ് പടത്തിലെ ഹീറോ പാടുന്ന പോലെ. അതെ, ആണുങ്ങൾക്ക് പാടാമെങ്കിൽ പെണ്ണുങ്ങൾക്കും പാടാം. इंदो और अट्रैक्शन इतना प्यारा है वो. मेरी जिंदगी में I've never felt this spark. He's so cute when he walks. उसका नाम क्या है? मुझे नहीं पता. तो भी अच्छी लव स्टोरी है ना? Something different. നിനക്ക് പ്രാന്താ ഏതോ ഒരുത്തനെ കണ്ട് വെറുതെ ഓരോന്ന്. டே மச்சா, அதான்டா லவ். நீ தமிழ் படத்துல பாத்திருக்கல, இந்த மாதிரி சிச்சுவேஷன்ஸ் நிறைய இருக்கு. அதுல தான்டா த்ரில்லும் இருக்கு. भाई हम राजपूत हैं, इसलिए ये शादी सबसे बढ़िया और हटके होनी ഭഗവാൻ चाहिए. സിംഗ് കല്യാണ ചടങ്ങുകളെല്ലാം എങ്ങനെ ഗംഭീരാക്കണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കല്യാണം ഗംഭീരാക്കണം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആവണം, ആഹാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരണം, ഡ്രസ്സിന്റെ നിറം, ഓർണമെന്റ്സ്. ഹോ, ചർച്ചകൾ അങ്ങ് തുടങ്ങി. ചുരുക്കം പറഞ്ഞ രാജസ്ഥാൻ യാത്ര കല്യാണ കോൺട്രാക്ടർമാരുടെ പണി പോലെയായി. ഹാഷിം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവന്റെ തലയിലാക്കി. എടേ ആരെങ്കിലും ഒന്ന് വാടേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടേ. ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ഒരു വഴി? டேய் எல்லாரும் இங்க பாருடா, ஒரு சூப்பர் ஐடியா கிடைச்சிருக்கு. நமக்கு கொத்து பரோட்டா, மசாலா தோசை, காரக்குடி கல் தோசை, செட்டிநாட் பிரியாണി, ഊത്തപ്പം. ഒന്ന് നിർത്തടാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തു പൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഹേയ്, നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ? അതല്ലേ സേഫ്. താജ് വേണോ? அப்புறம் இப்ப என்ன பண்ணும்? Hey, I have an idea, guys. Come on. என்னடி சொல்லு. Okay. പടിപ്പുര ഷാപ്പ്. പടിപ്പുര ഷാപ്പാ? താറാവ് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, മപ്പാസ്, മീൻ മുളകിട്ടത്, മുളകിടാത്തത്, നത്തോലി ഫ്രൈ, മീൻ പീര, ബീഫ് ഒലത്തിയത്, കൊഞ്ചി, ചെമ്മീൻ, കാട. മതി മതി കൊതിപ്പിക്കാതെടി. അതെങ്ങനെ ഇവിടെ നടക്കും? The only trump card. ദുഷ്യന്തൻ. അതാരാ? His only weakness? Ladies. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേര് കൊണ്ട് മാത്രം ഓടിപ്പോണ ഷാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച 4 ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ 4 ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ അതേനെ. അല്ല വെക്കല്ലേ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ, എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാൻ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല.
ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടിയത്? എന്തായാലും സംഭവിച്ചില്ലേ? നീ സമാധാനിക്ക്. കണ്ടു ചേട്ടാ, ഇന്നലെ ഫോട്ടോ വിളിച്ചു അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? താറാവ് കറിയിൽ കുരുമുളക് കൂടി ഇടുമ്പോ കണ്ണിൽ പോകാതെ അത് കറിയില്ലല്ലോ ഇടുന്നത്, കണ്ണിലല്ലോ. ഏതായാലും നീ കരയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ? മാറ്റിക്കൊണ്ട് പോകും. ഇത് മതി. എടാ, ഈ കാശ് കയ്യിലിരിക്കട്ടെ. ഒരു മരണാവശ്യമല്ലേ? ആരുടെ? ഓ, അച്ഛന്റെ മരണം. എന്റെ അച്ഛൻ. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേരും. പോട്ടെ മുതലാളി. ശരി ചേട്ടാ, നീ പോയിട്ട് വാടാ. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ല. ചെല്ലു. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളിൽ കയറി. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളിലാണോ പൂസ്? കോമഡിക്ക് വേണ്ടി കോമഡി പറയില്ല കേട്ടോ. എന്താ സംഭവിച്ചെന്ന് പറ. പറയാം. പിറ്റേന്ന് ഷേണായി ചടങ്ങിനിടയിൽ വെച്ചിട്ടാ അപ്രതീക്ഷിതമായി അവള് വീണ്ടും പവനെ കണ്ടത്. നമസ്കാർ. नमस्कार नमस्कार, आइए आइए। चाची, यही है वो लड़का जिसके बारे में मैंने आपसे कहा था, वो जिसको मैंने देखा था। वो पवन ठाकुर है। क्यों, पसंद है तुम्हें? ഒരു രാജകുമാരനെ പോലെയാ ഠാക്കൂർ അവനെ വളർത്തുന്നത്. തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യം മകന് നൽകണം. അവൻ കൈവിട്ടു പോകരുത്. ഇതൊക്കെയാ ഠാക്കൂറിന്റെ ആഗ്രഹം. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണവൻ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാ ഠാക്കൂർ പവനെ നോക്കുന്നത്. എപ്പോഴും കൂടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും. പവൻ ദയെ ശ്രദ്ധിച്ചെങ്കിൽ അത് ശരിക്കും അവളുടെ ഭാഗ്യമാണെന്ന് സുവർണാദീദി വീണ്ടും വീണ്ടും പറഞ്ഞു. രാജ്പൂത്ത് കല്യാണമല്ലേ, 15 ദിവസത്തെ ആഘോഷമാണ്. എല്ലാ ദിവസവും പെണ്ണിന്റെ വീട്ടിൽ ഡാൻസും പാട്ടുമുണ്ട്. 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ആമാ, സെക്കൻഡ് ഡേ. അതെ, ചടങ്ങിന്റെ സെക്കൻഡ് ഡേ. ഷേണായെന്ന് ആ ചടങ്ങിന് പറയുന്നത്. അന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാ. കമ്പോസിങ്ങാ? നീയാ? വല്ല ഡബാങ്ങിലെ പാട്ട് ഷർട്ട് ഒരു സൽമാൻ ഖാനെ പോലെ ഡാൻസ് കളിച്ച് കാണും. കഴുത. അല്ലടാ സിമന്റ് ചാക്കെ, നമ്മുടെ മലബാറിലെ ഒപ്പനപ്പാട്ടില്ലേ? ഒപ്പനപ്പാട്ട്? ഒപ്പനപ്പാട്ട് രാജസ്ഥാൻ കല്യാണമായിട്ട് എന്താ ബന്ധം? ബന്ധമൊക്കെ നമ്മൾ ഉണ്ടാക്കല്ലേ. കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കിക്കാൽപ്പെട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച് പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടേ? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും ഇപ്പൊ. അളിയാ, ഇത് കണ്ട, ഭഗവാൻ പട്വ ഹവേലി. भगवान चाहिए। ആ അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. भगवान चाहिए ना? यहाँ से सीधा जाओ। सीधा? അതാരാണ്? എന്തേലും ആവട്ടെ. सीधा जाओ, सीधा पहले जाओ। राइट लो, फिर लेफ्ट लो। छोटा गली आएगा, राइट में भगवान है। ഓ, ഇത്രയുള്ള കാര്യം. ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പീഡനാവും. ഈ ഭഗവാൻ इधर है। ഇവിടെയാണോ? ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല. എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ, കൂടെ നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാൽ മതി. ഇനി പറ, ഭഗവാൻ എവിടെയാ? मालूम नहीं। പതുക്കെ പറ, സെറ്റ് വല്ലു തെറിച്ചു പോവും. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18 പടിയോ?
ആ. ഇനിയിപ്പോ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. कौन है तू ഇതേതാ മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. कहाँ जा रहा है ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. तू जा रहा है ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ? മാറി നിൽക്കണ കിൻഡൽ ചാക്കിന് കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. अरे बाहर निकल വേണ്ട വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ല, കങ്കാരി ആരാന്ന് ചോദിച്ചാണ്ടല്ലോ, ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി എന്നോടൊരു സത്യം പറയാം, ഞാൻ കളരി പഠിക്കാണെങ്കിൽ മർമ്മം നോക്കി ഒരു കൂത്തുണ്ടല്ലോ, നീ ചത്തുവും പറഞ്ഞേക്കാം. അയ്യോ ഞാൻ ദുഷ്യന്തൻ. കാണാ പൊട്ട ഞണ്ട് കോഴി താറാവ് മൊയില് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം, എന്നെ കൊല്ലരുത്. അയ്യോ ഫ്രണ്ട് ദുഷ്യന്തേ. अच्छा അത് ശരി, ഈ പുള്ളിയുടെ അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയില്ലട്ടാ. ये शादी में कुकिंग करने आया है. अच्छा अच्छा കൊള്ളക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ എടാ കൊണ്ടുവന്നത്? നിനക്ക് ഹിന്ദി അറിയത്തുണ്ടല്ലേ? അതല്ലെന്നേ, പിന്നെ ഇവർക്ക് മലയാളം